ഇസ്രയേൽ ഇറാൻ സംഘർഷവും സൗദി അറേബ്യയുടെ ആശങ്കകളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂമികയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത ഈ സംഘർഷം സമീപകാലത്ത് പുതിയ തലങ്ങളിലേക്ക് കടന്നപ്പോൾ അതിന്റെ പ്രതിധ്വനികൾ മേഖലയിൽ ധാരാളമായി വ്യാപിക്കുകയാണ്. സൗദി അറേബ്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്ന വാർത്ത ഈ സംഘർഷത്തിന്റെ പ്രാദേശിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത്. നേരിട്ട് സംഘർഷത്തിൽ പങ്കാളികളല്ലെങ്കിൽ പോലും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഈ സംഘർഷത്തിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണെന്നുമുള്ള സൂചനയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ വിവിധ മാനങ്ങളും പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങളും ഇത് ചെലുത്തുന്ന സ്വാധീനവും വിശദമായി പരിശോധിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ്. 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഈ ബന്ധം കൂടുതൽ വഷളായി. ഇറാനിലെ ഒരു ഭീഷണിയാണ് ഇസ്രയേൽ കാണുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളും ലെബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ് തുടങ്ങിയ സായുധ ഗ്രൂപ്പുകളുടെ പിന്തുണയും ഇസ്രയേലിന് വലിയ ഭീഷണിയാണ്.